കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി CPM പടുത്ത രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറി ചടങ്ങിനെത്തിയില്ല. പകരം ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് ഉദ്ഘാടനം ചെയ്തത്. പാനൂർ തെക്കുംമുറിയിലാണ് CPIM സ്മാരകം നിർമ്മിച്ചത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷൈജു, സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകം. കണ്ണൂർ പാനൂർ ചെറ്റക്കണ്ടിയിലെ കുന്നിമുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ 2015 ജൂൺ 6-നാണ് CPM പ്രവർത്തകരായ ഷൈജു, സുബീഷ് എന്നിവർ കൊല്ലപ്പെട്ടത്. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയുമാണെന്നാണ് അന്ന് CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞപ്പോഴും അന്ന് ഷൈജുവിന്റെയും സുബീഷിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനായിരുന്നു. 2016 ഫെബ്രുവരിയിൽ CPMന്റെ നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം തുടങ്ങി. ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച സുബീഷിനെയും ഷൈജുവിനെയും രക്തസാക്ഷികളായി പ്രഖ്യാപിച്ച് 2016 ജൂൺ 6 മുതൽ സുബീഷ്, ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും തുടക്കമിട്ടു. RSS ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർ എന്നാണ് രക്തസാക്ഷി ദിനാചരണത്തെക്കുറിച്ചുള്ള CPMന്റെ വിശദീകരണം. കണ്ണൂർ പാനൂർ തെക്കുമുറിയിലാണ് ഇരുവർക്കും സ്മാരകം നിർമ്മിച്ചത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്മാരകം ഉദ്ഘാടനം ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും വന്നില്ല. പകരം ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് ഉദ്ഘാടനം ചെയ്തത്. രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് ബഹുജന റാലിയടക്കം വിപുലമായ പരിപാടികളും CPM സംഘടിപ്പിച്ചു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഷെറിൻ എന്ന CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. അതിലും പാർട്ടിക്ക് പങ്കില്ലെന്നാണ് CPMന്റെ വിശദീകരണം. അമൃത ന്യൂസ്, കണ്ണൂർ.